എല്ലാവർക്കും പ്രിൻസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലീനിയർ ഓൾജിബ്രയുടെ തിയറി ഓഫ് മെട്രിസസിന്റെ ഒരു കുറച്ച് പ്രോബ്ലംസും കൂടിയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സെക്ഷന്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് ചില പ്രോബ്ലംസ് വരുമ്പോൾ എന്തായിരിക്കും നോട്ട് ട്രൂ ആയിരിക്കും നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്നത് എന്താണ്? ഇഫ് എ ആൻഡ് ബി ആർ സിമെട്രിക് മെട്രിസസ് ദെൻ എ ബി ഈസ് സിമെട്രിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കറിയാം എ സിമെട്രിക് ആണെങ്കിൽ എന്താണ്? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്തായിരിക്കും? എ ആയിരിക്കും അല്ലേ. സിമിലർലി ബി സിമെട്രിക് ആണെങ്കിൽ എന്തായിരിക്കും? ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ആയിരിക്കും. അതാണ് നമുക്ക് സിമെട്രിക്കിന്റെ കണ്ടീഷൻ. അപ്പം നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ ബി സിമെട്രിക് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എ ബി സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? എ ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടണം? എ ബി എന്ന് തന്നെ കിട്ടണം. നമുക്കറിയാം എ ബി ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. ഇനി ഇവിടെ നോക്കി നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? നമുക്കറിയാം ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്? ബി ആണ്. എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്? എ ആണ്. സോ നമുക്ക് എന്തെന്നാണ് കിട്ടിയിരിക്കുന്നത്? ബി എ എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇത് എ ബി എന്നായിരുന്നെങ്കിൽ എന്തായേനെ? സിമെട്രിക് ആയേനെ. അങ്ങനെയാണെങ്കിൽ എയും ബിയും സിമെട്രിക് ആണെങ്കിൽ എ ബി എപ്പോഴായിരിക്കും സിമെട്രിക് ആകുന്നത്? ഇഫ് എ ആൻഡ് ബി കമ്മ്യൂട്ട്സ് ഈച്ച് അതർ ആണെങ്കിൽ അല്ലെ, എയും ബിയും കമ്മ്യൂട്ട് ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? എയും ബിയും സിമെട്രിക് ആണെങ്കിൽ എ ബി സിമെട്രിക് ആണെന്ന് പറയാം. പക്ഷേ ഇവിടെ കമ്മ്യൂട്ട് ചെയ്യുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? എയും ബിയും സിമെട്രിക് ആണെന്നും പറഞ്ഞ് എ ബി സിമെട്രിക് ആകണമെന്ന് നിർബന്ധമില്ല. സോ ഇത് തെറ്റാണ്. നമ്മളോട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ഓപ്ഷൻ ശരിയായിട്ട് വരും. ഇനി നോക്കി ഓപ്ഷൻ ബി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് എ ഈസ് സിമെട്രിക് ദെൻ എ റൈസ് ടു എൻ ഈസ് സിമെട്രിക് ഫോർ എവരി എൻ ബിലോങ്സ് ടു എൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കി, എ സിമെട്രിക് ആണെങ്കിൽ നമുക്കറിയാം എന്താണ്? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എ റൈസ് ടു എൻ ഈസ് സിമെട്രിക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എ സ്ക്വയർ സിമെട്രിക് ആണോ എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? എ സ്ക്വയർ ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ സ്ക്വയർ കിട്ടുമെന്ന് നോക്കണം. എ സ്ക്വയർ ഓൾ ട്രാൻസ്പോസിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ ഇൻറ്റു എ ഓൾ ട്രാൻസ്പോസ് എന്ന് എഴുതാം. ഇതിനെ എങ്ങനെ എഴുതാം? നമുക്ക് എ ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് എഴുതാം. അഗെയിൻ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്? എ ആണ്. സോ എ ഇൻറ്റു എ എന്ന് വരും, വിച്ച് ഇസ് ഇക്വൽ ടു എന്ത് കിട്ടും? നമുക്ക് എ സ്ക്വയർ എന്ന് കിട്ടും. ഇനി എ ക്യൂബ് എടുത്താലും എ റേസ് ടു 4 എടുത്താലും ഏത് പവർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടുന്നത്? ഇതുപോലെ തന്നെയായിരിക്കും കിട്ടുന്നത്. അതായത് എ റേസ് ടു എൻ ഓൾ ട്രാൻസ്പോസ് എന്തെന്ന് തന്നെ കിട്ടും? നമുക്ക് എ റേസ് ടു എൻ എന്ന് തന്നെ കിട്ടും. സോ എ സിമെട്രിക് ആണെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും? എ റേസ് ടു എൻ സിമെട്രിക് ആയിരിക്കും. സോ ഓപ്ഷൻ ബി ഇവിടെ കറക്റ്റ് ആയിരിക്കും. ഇനി ഓപ്ഷൻ സി നോക്കി, ഇഫ് എ ഈസ് സിമെട്രിക് ദെൻ എ ട്രാൻസ്പോസ് ഈസ് സിമെട്രിക്. എ സിമെട്രിക് ആണെങ്കിൽ എന്താണ്? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണ് അല്ലേ. സോ ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്ത് വരും? എ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എടുത്തു, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും? രണ്ട് സൈഡിലും ഞാൻ ട്രാൻസ്പോസ് എടുത്തു. സോ എ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എന്താണ്? എ ആണ്. സോ എ ഈക്വൽ ടു അഗെയിൻ എ ട്രാൻസ്പോസ് എന്ന് കിട്ടി. സോ സിയും എന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും. സോ സെക്കൻഡ് വണ്ണും തേർഡ് വണ്ണും കറക്റ്റ് ആയിട്ട് കിട്ടി നമുക്ക്. ഇനി ഓപ്ഷൻ ഡി നോക്കിയേ, എ ഈസ് ആൻ എൻ ബൈ എൻ സിമെട്രിക് മെട്രിക്സ്. എ സിമെട്രിക് ആണ്. അതുകൊണ്ട് എന്തായിരിക്കും? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്തായിരിക്കും? എ ആയിരിക്കും. ആൻഡ് പി ഈസ് ആൻ എൻ ബൈ എം മെട്രിക്സ്. പി എന്ന് പറഞ്ഞാൽ ഏതോ ഒരു എൻ ബൈ എം മെട്രിക്സ്, എൻ ബൈ എം അല്ല, എൻ ബൈ എൻ മെട്രിക്സ് ആണ്. ഓക്കെ, കാരണം എ നമ്മൾ എൻ ബൈ എൻ ആണ് എടുത്തിരിക്കുന്നത്. സോ പി എന്ന് പറയുന്നത് എൻ ബൈ എൻ മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ പി ട്രാൻസ്പോസ് എ പി എന്ന് പറയുന്നത് സിമെട്രിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് എന്താണ് കിട്ടേണ്ടത്? അപ്പം പി ട്രാൻസ്പോസ് എ പിയുടെ ഓൾ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്ത് തന്നെ കിട്ടണം? പി ട്രാൻസ്പോസ് എ പി തന്നെ കിട്ടണം. സോ എ ബി സി ഓൾ ട്രാൻസ്പോസ്, എ ബി സി ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സി ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്നാണ് വരുന്നത് അല്ലേ. സോ പി ട്രാൻസ്പോസ് എ പി ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഇവിടുത്തെ ഫസ്റ്റ് തേർഡ് വണ്ണിന്റെ ട്രാൻസ്പോസ് ഇൻറ്റു എയുടെ ട്രാൻസ്പോസ് ഇൻറ്റു പി ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എന്ന് വന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു പി ട്രാൻസ്പോസ് ഇൻറ്റു എ സിമെട്രിക് ആയതുകൊണ്ട് എ ട്രാൻസ്പോസ് എന്തായിരിക്കും? എ ആയിരിക്കും. പി ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എന്താണ്? പി തന്നെയാണ്. സോ നമുക്ക് എന്തെന്ന് കിട്ടി? പി ട്രാൻസ്പോസ് എ പി ഓൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് പി ട്രാൻസ്പോസ് എ പി എന്ന് കിട്ടി. സോ ഇതും എന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആയിട്ട് ഏത് വരും? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ലെറ്റ് എ ബി ആൻ എൻ ബൈ എൻ മെട്രിക്സ് ദെൻ ഡിറ്റർമിനന്റ് ഓഫ് 5a. അപ്പം നമുക്കൊരു റിസൾട്ട് ഉണ്ട്. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, കെ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ടെങ്കിൽ, സപ്പോസ് അത് എൻ ബൈ എൻ മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് കെ എന്ന് പറയുന്നത് എന്തായിരിക്കും?
കെ റൈസ് ടു എൻ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ആയിരിക്കും. ഓക്കെ, എ എന്ന് പറയുന്നത് ഒരു n/n മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് കെ എന്ന് പറയുന്നത് എന്തായിരിക്കും? കെ റൈസ് ടു എൻ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ആയിരിക്കും. ഇവിടെ എന്ന് പറയുന്നത് n/n മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് 5a ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഡിറ്റർമിനന്റ് ഓഫ് 5a എന്ന് പറയുന്നത് എന്ത് വരും? 5 റൈസ് ടു ആ മെട്രിക്സിന്റെ ഓർഡർ എത്രയാണ്? n ആണ്. സോ 5 റൈസ് ടു n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് വരും. ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ്? നോക്കിയാൽ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോന്ന്? തന്നിരിക്കുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു ആറ്റോമിക് ട്രയാങ്കുലാർ മെട്രിക്സ് ആണ്, അല്ലേ? ഒരു ആറ്റോമിക് ട്രയാങ്കുലാർ മെട്രിക്സ് ആണ്. ഇനി ആറ്റോമിക് ട്രയാങ്കുലാർ മെട്രിക്സിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ആറ്റോമിക് ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? നമുക്ക് ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 ആയിരിക്കും. ഏതെങ്കിലും ഒരു കോളത്തിന്റെ താഴേക്കോ മേളിലേക്കോ നോൺ സീറോ എലമെന്റ്സ് വരും. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് കോളത്തിന്റെ ഇതാണ് ഡയഗണൽ എലമെന്റ്സ്. ഡയഗണൽ എലമെന്റ്സ് എല്ലാം എന്താണ്? ഇവിടെ 1 ആണ്. ഇവിടെ ഫസ്റ്റ് കോളത്തിലെ ആ ഡയഗണൽ എലമെന്റ് താഴേക്ക് എന്താണ്? സം നോൺ സീറോ എലമെന്റ്സ് ഉണ്ട്. സീറോ എലമെന്റ്സും വരാം, നോൺ സീറോ എലമെന്റ്സും വരാം. അതിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെയുള്ള എലമെന്റ്സിന്റെ സൈൻ ഏതാണോ ആ സൈൻ ചേഞ്ച് ചെയ്യുക. ഇവിടെ തന്നിരിക്കുന്നത് എന്തായിരുന്നു? 1 0 0. സീറോയുടെ സൈൻ ചേഞ്ച് ചെയ്താലും എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. 1 0. 3 പോസിറ്റീവ് ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? -3 എന്ന് എഴുതാം. 0 1 എന്ന് വരും. ഇതായിരിക്കും എന്ത്? അതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. സോ ജനറലി ഒരു ആറ്റോമിക് ട്രയാങ്കുലർ മെട്രിക്സ് 1 0 0 0, അടുത്ത് A 1 0 0, B 0 1 0, C 0 0 1. ഇങ്ങനെ ഒരു ആറ്റോമിക് ട്രയാങ്കുലാർ മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ അതിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ABC പകരം എന്ത് കൊടുത്താൽ മതി? ഡയറക്റ്റ് -A -B -C എന്ന് കൊടുത്താൽ മതി. സോ ഇവിടെ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആയിരിക്കും ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ദ വാല്യൂ ഓഫ് എക്സ് ഫോർ വിച്ച് ദ മെട്രിക്സ് ഈസ് സിംഗുലർ. ഒരു മെട്രിക്സ് സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു മെട്രിക്സ് സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കണം? ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് 0 വരണം, അല്ലെ? ഡിറ്റർമിനന്റ് ഈസ് 0. സോ ഇവിടെ ഒരു 2/2 മെട്രിക്സ് ആണ്. ഇതിന്റെ ഡിറ്റർമിനന്റ് എന്ത് വരും? 6 - x × 1 -4 × 3 - x = എത്ര എന്ന് കിട്ടണം? 0 എന്ന് കിട്ടണം. ദാറ്റ് ഈസ് 6 - x -12 + 4x = 0 എന്ന് വരും. ഇനി 6 - 12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -6 ആണ്. 4x - x ദാറ്റ് ഈസ് പ്ലസ് 3x = എന്തെന്ന് കിട്ടും? 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 3x = എത്ര എന്ന് വരും? 6 എന്ന് വരും. ദിസ് ഇംപ്ലൈസ് x = 6/3 2 എന്ന് കിട്ടും. സോ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഇഫ് A is a 2/2 മെട്രിക്സ് വിച്ച് ഇസ് സിമെട്രിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. സിമെട്രിക് ആണെങ്കിൽ നമുക്കറിയാം എന്തായിരിക്കും? A ട്രാൻസ്പോസ് = എന്താണ്? A ആണ്, അല്ലെ? A ട്രാൻസ്പോസ് = A ആണ്. സോ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്? റോയിനെയും കോളത്തിനെയും ഇന്റർചേഞ്ച് ചെയ്യുക. സോ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 2x + 3, അല്ലെ? നമ്മൾ ഫസ്റ്റ് കോളത്തിനെ ഫസ്റ്റ് റോ ആയിട്ട് എഴുതി, സെക്കൻഡ് കോളത്തിനെ സെക്കൻഡ് റോ ആയിട്ട് എഴുതുക. ദാറ്റ് ഈസ് x - 1 x + 2 എന്ന് വന്നു. ഇത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ആ മെട്രിക്സിനോട് ഈക്വൽ ആയിരിക്കും. ആ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? 3 x - 1 2x + 3 x + 2. രണ്ട് മെട്രിക്സ് ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് ഏതൊക്കെ ഇക്വേറ്റ് ചെയ്യാം? ഞാൻ ഇത് രണ്ടും കൂടി അങ്ങ് ഇക്വേറ്റ് ചെയ്തു. അപ്പൊ എങ്ങനെ വരും? 2x + 3 = എന്തെന്ന് വരും? x - 1 എന്ന് വരും. ഓർ ഇതിപ്പുറത്തേക്ക് വരുമ്പോൾ എന്ത് വരും? 2x - x 2x - x = -1 - 3 ഓർ x = എത്ര എന്ന് വരും? -4 എന്ന് വരും. സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, സോ അപ്പം ഇതാണ് നമ്മൾ എന്താണ് ലീനിയറിലെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ലീനിയറിലെ നമ്മൾ പറഞ്ഞു 4 ചാപ്റ്റർ ആയിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതിൽ തിയറി ഓഫ് മെട്രിസസിന്റെ പ്രോബ്ലംസ് ആണ് ഈ 2 ലെക്ചറിൽ നമ്മൾ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ എക്സാംസ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറാം. ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.